എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്റ്റേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിഫ്റ്റി നമ്മൾ നോക്കിയറിയാം, ജസ്റ്റ് ഓപ്പണിംഗ് ഒരു പ്ലസ്സിൽ വന്നു, ഒറ്റയടിക്ക് താഴോട്ട് പോയി ആൾക്കാരെ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു GDP ഉദ്ദേശിച്ചതിലും ലോ ആണ് വന്നത്. നമ്മുടെ ഇന്ത്യയുടെ GDP വളർച്ചാ റേറ്റ് ഒത്തിരി നമ്മൾ ഉദ്ദേശിച്ചതിലും കുറവാണ് വന്നത്. അപ്പോൾ പബ്ലിക്കിനെ എന്തോ ചെയ്യും, ആദ്യമേ ഓപ്പറേറ്റർമാർ പാനിക്കാക്കും. അതുപോലെ തന്നെ ഇവിടെ കാണിച്ചു, ഹൈ ഓപ്പണിംഗ് ജസ്റ്റ് വന്നു, നേരെ കുത്തനെ താഴോട്ട് അടിച്ചു. ഇവിടെ നോക്കിയറിയാം, CPRൻ്റെ ലെവലേ വന്നിട്ട് താഴെ വന്നിട്ട് തിരിച്ച് വൺ സൈഡ് മൂവ്മെൻറ്റ് അപ്പിലോട്ട് കയറിപ്പോയി. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് പ്ലസ്സിലോ പോകാനാണ് ചാൻസ് കൂടുതലെന്ന് പറഞ്ഞാൽ, നോർമൽ ആൾക്കാർ പബ്ലിക്ക് താഴെ പോകുന്ന ചിന്തിക്കുമ്പോൾ ഉറപ്പായിട്ടും പോകാൻ ചാൻസ് കുറവാണ്. അങ്ങനെ തന്നെ സംഭവിച്ചു. നിഫ്റ്റി മുകളിലോട്ട് കയറിപ്പോയി. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ എനിക്ക് തോന്നുന്നു ഇതുണ്ടല്ലോ, ഇവിടെ ഒരു 150 വരെയും ബാങ്ക് നിഫ്റ്റി നെഗറ്റീവായിട്ട് നിന്നിട്ട് ലാസ്റ്റ് ടൈമിൽ പെട്ടെന്ന് വരിഞ്ഞ് മുകളിലോട്ട് കയറുമായിരുന്നു. ഇതിനകത്തും വീക്ക്നെസ് വരാൻ ചാൻസ് ഉള്ള ഒരു സെക്ടർ ബാങ്കാണ്. അതിനകത്ത് പക്ഷേ ആ വീക്ക്നെസ് കണ്ടിന്യൂസ് 1.5 വരെ പിടിച്ചു നിന്നതിന് ശേഷം തിരിച്ച് മുകളിലോട്ട് കയറി. മാർക്കറ്റിൽ നല്ല ചാൻസ് ഇന്ന് കുറേ ഷെയർസിനകത്തുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഷെയർസിനകത്തെല്ലാം നല്ല ചാൻസുകളുണ്ടായിരുന്നു. നോക്കിയിരുന്ന് ചെയ്യുന്നവർക്കാണെങ്കിൽ അധികം നമ്മൾ വെപ്രാളപ്പെടാതെ നല്ല രീതിയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. മോർണിംഗിൽ ഞാൻ ചെയ്ത ട്രേഡിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ അങ്ങനെ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേനോ ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ടതാണ്. അപ്പം അതിൻ്റെ മോർണിംഗിലൊരു 5,000 റുപ്പീസ് സംതിങ് ആണെന്ന് തോന്നുന്നു പ്രോഫിറ്റ് കാണിച്ചത്. അതിന് ശേഷം ഞാൻ വീണ്ടും ട്രേഡ് എടുത്തു. അതിനകത്ത് നല്ല പ്രോഫിറ്റ്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. പക്ഷെങ്കിൽ അതിനകത്ത് എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഞാൻ ആ സ്റ്റോപ്പ് ലോസ് അടിച്ച ആ ഒരു ഇത് മാത്രം, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് അതിനകത്ത് ട്രേഡ് എടുത്തത് എന്നുള്ള കാര്യം ഞാനത് കാണിച്ചു തരാം. ആ ഒരു ഷെയറിനകത്ത് മാത്രം, ബാക്കിയുള്ള ഷെയർസിനകത്തെല്ലാം. ഇപ്പം ഇതാണ് എൻ്റെ സോഫ്റ്റ്വെയർ. ഇതിനകത്ത് ഇന്നത്തെ എൻ്റെ പൊസിഷനാണ്. ഇൻട്രാഡേയിൽ ഞാൻ ഫുള്ള് ചെയ്ത പൊസിഷനാണിത്. CNCയിൽ ഇന്നലെ ഒരു ഡെലിവറി എടുത്ത് അത് വിറ്റു. ടോട്ടൽ ഓൾ നോക്കിയാൽ ഇതാണ് പൊസിഷൻ. ടോട്ടൽ എനിക്ക് 10,400 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ട്. ഇതിനകത്ത് നോക്കുമ്പോൾ ഇത് ഡെലിവറി, ഇത് വിട്ടേരെ. അപ്പം നോർമലിലുള്ള നമ്മൾ ഇൻട്രാഡേ ചെയ്ത് മാത്രം നോക്കാം. ഇൻട്രാഡേയിൽ നമുക്ക് ഇപ്പോൾ എല്ലാത്തിനകത്തും പ്രോഫിറ്റാണ്. പക്ഷേ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ച ഷെയർ ഉണ്ട്. ഈ ക്യാംസിനകത്ത് എനിക്ക് സ്റ്റോപ്പ് ലോസ് പോയതാണ്. ഞാനത് കാണിച്ചു തരാം. 280 ഷെയർ ചെയ്തുള്ളൂ. ഞാനധികം ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തിട്ടുമില്ല. ഒരു പ്രാവശ്യം മാത്രമാണ് അതിനകത്ത് പോയി 100 ഷെയർ ട്രേഡ് എടുത്തത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്യാംസ് എന്നുള്ള ഷെയറിനകത്ത് എന്തായിരുന്നു സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടും ഞാനത് പ്രോഫിറ്റിൽ കൊണ്ടുവന്നു. ഞാൻ കാണിച്ചു തരാം. ക്യാംസിനകത്ത് ഓപ്പണിങ്ങിൽ ഞാൻ അത് അതിൻ്റെ ഒരു ലെവലെന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, അതിൻ്റെ ലെവലെന്ന് പറയുന്നത് ക്യാംസ് R1 വന്നിട്ട് 5,049 ആണ്. ആ റേഞ്ച് വന്നതിന് ശേഷം ഇറങ്ങിയപ്പോഴാണ് ഞാൻ 20 ഷെയർ ട്രേഡ് കൊടുത്തത്. ഇവിടെ 20 ഷെയർ സെല്ല് ചെയ്തു. അതിന് ശേഷം ആ ഷെയർ ഒരു 10-15 രൂപ താഴെ വന്നു. പക്ഷേ ഞാൻ കട്ട് ചെയ്തില്ല. എനിക്ക് അതിനകത്ത് കട്ട് ചെയ്യാതിരിക്കാൻ കാരണം ഇതിപ്പം R1 വന്നു. അതിന് ശേഷം ഇത് ഒത്തിരി താഴെ നിന്ന് കയറി വന്നു. ഇന്നലത്തെ ക്ലോസിംഗ് ഒന്നും നല്ല ഹൈയിലാണ്. ഇന്നലത്തെ ക്ലോസിംഗ് 4,900 സംതിങ്ങാണ്. ഇത്രയും കയറിയപ്പോൾ ഇവിടുന്ന് നല്ലൊരു ഇറക്കം 5,000 വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അവിടെ വന്നില്ല. ഒരു 10-15 രൂപ ഇറങ്ങിയിട്ട് തിരിച്ച് കയറിപ്പോയി. പെട്ടെന്ന് കയറി ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെ അടുത്ത
ദിവസത്തെ ലെവലെന്ന് പറയുന്നത്, അതിൻ്റെ തലേ ദിവസത്തെ ഹൈ എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ, എന്ത് ക്യാംസിൻ്റെ ഹൈ 5098. 5098 മുകളിൽ പോയി ട്രേഡായി. 5117 18 എങ്ങാണ്ട് പോയി ട്രേഡായിട്ട് 5117 5100 ക്യാൻഡിലെ കാണിക്കാം. ക്യാംസ് 1 മിനിറ്റ് ചാർട്ടിലോട്ട് പോകാം, എന്നാലേ കറക്റ്റ് കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ക്യാൻഡിൽ അടിച്ച് 5100 അതല്ല, ഈ ഒരു ക്യാൻഡിൽ 5125 ഇവിടോട്ട് നോക്കിയാൽ മതി. 5125 അടിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ അത് ആവറേജ് ഒത്തിരി താഴെയാണ് ആ സമയത്ത്. ആവറേജ് ട്രേഡ് പ്രൈസ് ഒത്തിരി താഴെയപ്പോൾ ഞാൻ 5114 കൊടുത്തു. എനിക്ക് സ്റ്റോപ്പ് ലോസ് പോയാൽ 5125 പോകും. ഇതും കൂടെ ചേർത്ത് 40 ഷെയറിൻ്റെ 5125 പോകും. സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിൽ പോകും. പക്ഷേ ഞാനിവിടെ സെല്ല് ചെയ്തു. ഇവിടെ നോക്കിയാൽ 20 ഷെയറാണ് സെല്ല് ചെയ്തത്. ഇവിടെ 20. ഇപ്പോൾ അതിൻ്റെ ആവറേജ് എനിക്കൊന്ന് ഒരു 76-77 കണ്ട. അത് നേരെ താഴോട്ട് വന്നപ്പം പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തു. 5070 വന്നപ്പം ഞാനത് 20 ഷെയർ ബൈ ചെയ്തു. താഴത്തെ ഷെയർ അതുപോലെ വെച്ചു. അതിനുശേഷം 70 ബൈ ചെയ്തതിന് ശേഷം തിരിച്ചിത് 5098 പോയി. 98 അതിൻ്റെ ഇന്നലത്തെ ഹൈയാണ്. അവിടെ പോയപ്പോൾ വീണ്ടും ഞാൻ സെല്ല് ചെയ്തു. 98 20 ഷെയർ ചെയ്തു. 81 കവർ ചെയ്തു. വീണ്ടും അത് തിരിച്ച് 99 വന്ന് 20 ഷെയർ ചെയ്യുന്നുള്ളൂ. 20 ഷെയർ ചെയ്തു. അത് ഇത് കണ്ടില്ലേ, അതെ, ഈ 5099 ചെയ്തത് 5132 ഞാൻ കവർ ചെയ്തു. ഇതിന് മുന്നിലത്തെ 40 ഷെയർ ഉണ്ടായിരുന്നു. 40 ഷെയർ ഞാൻ 5132 എൻ്റെ സ്റ്റോപ്പ് ലോസ് പോയി. അപ്പോൾ ഇതിന് മുന്നിൽ എനിക്കൊരു 500 രൂപ പ്രോഫിറ്റ് ഇരുന്ന് ഞാൻ 1300 ചില്ലുവാൻ രൂപ ലോസിലായി. ഇവിടെ കണ്ടില്ലേ, ഇതാണ് സ്റ്റോപ്പ് ലോസ് പോയത്. ഈ 98ഉം പിന്നെ 20 ഈ 20ഉം ഈ 20ഉം കൂടെ പോയി പിന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. സ്റ്റോപ്പ് ലോസ് 40 ഷെയർ ഇത്രയും സ്റ്റോപ്പ് ലോസ് അടിക്കും. 1300 രൂപ ലോസ് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ ഷെയർ 5145 വന്നിട്ട് പെട്ടെന്ന് ഇവിടെ ക്യാംസ് ഇവിടെയാണ് 5145 വന്നു. ആ സമയത്ത് ഒരു ഹൈ അടിച്ച് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ഹൈ, ഇവിടെ ഒരു ഹൈ. അത് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് തിരിച്ചിങ്ങ് ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഞാൻ 5139 എന്നുള്ള റേഞ്ചിൽ 100 ഷെയർ സെല്ല് ചെയ്തു. 100 ഷെയർ ഞാൻ സെല്ല് ചെയ്തത് 11 സെല്ല് ചെയ്തു. 11-16 ഞാൻ ഏകദേശം 21 രൂപ താഴെ കവർ ചെയ്തു. പിന്നെ അതിൻ്റെ ട്രേഡിങ് താഴോട്ടാണ്. അപ്പോൾ പിന്നെ മുകളിലോട്ട് കയറി വരും. വീണ്ടും ഇവിടെ 10 ഷെയർ കൊടുത്തു. ഇവിടെ 10 ഷെയർ 21-22 കൊടുത്തു. 24 വീണ്ടും 10 കൊടുത്തു. അത് 5105 കവർ ചെയ്തു. പിന്നെ അത് കണ്ടിന്യൂസ് താഴോട്ടാണ് വരുന്നത്. പുതിയ ഹൈ അടിക്കുന്നില്ല. 5105 അടിച്ചതിന് ശേഷം 5113 ഞാൻ സെല്ല് ചെയ്തു 10 ഷെയർ. 5123 സെല്ല് ചെയ്തു 10 ഷെയർ. അപ്പോൾ വീണ്ടും 20 ഷെയർ ഷോർട്ടായി. ഹൈ വന്നാൽ ഞാൻ കട്ട് ചെയ്യും. 5126 ആയപ്പം 20 ഷെയർ കൂടെ കൊടുത്തു. ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ 5111 20 ഷെയർ കട്ട് ചെയ്തു. 5101 20 ഷെയർ കട്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇത് വീക്കാണ് ഷെയർ കാണിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ 5100 ഇത് പിന്നെ മുകളിൽ കയറി പോയിട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. മുകളിൽ 5110 പോകുന്നുണ്ട്. 5101 പിന്നെ സെല്ല് ചെയ്യുന്നത്. എന്നിട്ട് 5095 ഇത് കവർ ചെയ്തു. അതിനുശേഷം 5108 വീണ്ടും സെല്ല് ചെയ്തു. അത് 5092 കവർ ചെയ്തു. അതിനുശേഷം അത് 5060 ഒത്തിരി താഴെ ഇറങ്ങിപ്പോയി. പിന്നെ തിരിച്ച് വീണ്ടും ഈവനിങ് ആയപ്പോൾ വീണ്ടും കയറി വന്നു. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി ഇതിനകത്ത് ഞാൻ എത്ര പ്രാവശ്യം ട്രേഡ് എടുത്തെന്ന്. കുറേ പ്രാവശ്യം എടുത്തു. പക്ഷേങ്കിൽ ഒരു പ്രാവശ്യം എൻ്റെ സ്റ്റോപ്പ് ലോസ് പോയി ലോസിലായി. പക്ഷേ ഞാൻ വീണ്ടും അത് കവർ ചെയ്തെടുത്തു. അത് നമ്മളെ ഒരു ധൈര്യമാണ്. നമ്മുടെ സ്ട്രാറ്റജിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യമാണ് അതിനകത്തുള്ളത്. അപ്പം ബാക്കി ഒരു ഷെയറിനകത്ത് എനിക്ക് സ്റ്റോപ്പ് ലോസ് പോയില്ല. അതിനകത്ത് എൻട്രി എടുത്തതിന് അതെല്ലാം ബാക്കി എത്ര ഷെയറാണ് ചെയ്തേ,
ഈ അഡാനി ഗ്രീനകത്ത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അഡാനി പോർട്ടിനകത്ത് ഒരു പ്രാവശ്യം, ആശാപുരാമയിനകത്ത് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. ക്യാമ്പ്സിനകത്ത് നിറയെ പ്രാവശ്യം ചെയ്തു. MFSL ഒരു പ്രാവശ്യം ചെയ്തു. PDMJ പേപ്പർ ഒറ്റ എൻട്രിയേ ഉള്ളൂ. സരിഗമ 2 എൻട്രി, സരിഗമ 2 എൻട്രി. സ്റ്റെർലിംഗ് ടൂൾസ് അതും 2 എൻട്രി. സരിഗമ സ്റ്റെർലിംഗ് ടൂൾസും കാണിച്ചു തരാം. സരിഗമ 11 അല്ല, ഇവിടെ അല്ല, സരിഗമ സരിഗമ 20 അടിച്ചതിന് ശേഷം തിരിച്ചിറങ്ങിയപ്പം 518.80 ഞാൻ 200 ഷെയർ സെല്ല് ചെയ്തു. 12.55 ചെയ്തു. 1.11 ഞാൻ ചെറിയ പ്രോഫിറ്റ്, 450 രൂപ പ്രോഫിറ്റ്. അതിനുശേഷം കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കയറി ലെവലിനടുത്ത് വന്നു. 20.05 ആണ് അതിൻ്റെ R1. അതിൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ വീണ്ടും സെല്ല് ചെയ്തിട്ട് ഇവിടെ തിരിച്ചൊരു ബൈ ചെയ്തു. അത്രയേ ഉള്ളൂ, 100 ഷെയർ. സ്റ്റെർലിംഗ് ടൂൾസും അതുപോലെ. അത് ചുമ്മാ ന്യൂസ് കണ്ടപ്പം ചുമ്മാ വേണ്ടിയിട്ട് നല്ല ന്യൂസ് കണ്ടു ഞാൻ സെല്ല് ചെയ്തു. ഞാൻ നല്ല ന്യൂസ് കാണുവാണെങ്കിൽ ഷെയറിനകത്ത് ചാൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യും. നല്ല ന്യൂസ് എല്ലാവരും കയറുമെന്ന് പറഞ്ഞെടുക്കും, ഞാനാണ് കവർ സെല്ല് ചെയ്ത് വിടും. ഇത് കണ്ടില്ലേ, ഇവിടെ 709 ഞാൻ 100 ഷെയർ കൊടുത്തു. 709 100, പിന്നെ വീണ്ടും ഒരു 709.40 ഒരു 100 കൂടെ കൊടുത്തു. അതിന് ശേഷം ഇവിടെ നോക്കിയാൽ മതി, 97, 98, 100, ഇതായപ്പോൾ 100. അതിനുശേഷം 72 തൊട്ട് ഇവിടെ വരെ നോക്കുമ്പോൾ 100. വീണ്ടും അത് കയറി അതിൻ്റെ ലെവലാണ് ഈ 712.13. ഞാനിപ്പോൾ 713 ഒരു 100 കൊടുത്ത് 300 ഷെയർ ടോട്ടൽ സെല്ല് ചെയ്തിട്ട് 710, 707, 10 കവർ ചെയ്തു. അതിനകത്ത് വെപ്രാൾപ്പെട്ടൊക്കെ ട്രേഡ് എടുത്താൽ നമ്മുടെ ഇത് പോകും. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ ഇൻട്രാഡേ പ്രോഫിറ്റ് 10,441 rupees ഉണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഞാൻ എന്നും അത് കാണിക്കാൻ അങ്ങനെ താല്പര്യമില്ല, ചോദിച്ചുകൊണ്ട് മാത്രം 1-2 ദിവസം ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകൾ ഇത്രയാണ്. ഇതിനകത്ത് ഇഷ്ടംപോലെ ഷെയറിനകത്ത് നല്ല ചാൻസാണ്. അഡാനി ഗ്രീന്, അഡാനി എൻസോള്, പിന്നെ ആശാപുരം അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇർഷവ് എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഭാരതി എക്സൈക്കകത്തുണ്ടായിരുന്നു. പ്രാജ് ഇൻഡസ്ട്രീസിനകത്തുണ്ടായിരുന്നു. സരിഗമയ്ക്കകത്ത് കിട്ടി. അഡാനി പോർട്ടിനകത്ത് ഉണ്ടായിരുന്നു. ക്യാമ്പ്സിനകത്തും നോക്കി ചെയ്യുന്നവർക്ക് കിട്ടി. ഒത്തിരി ഷെയറിനകത്തുണ്ട്. അപ്പോൾ അഡാനി ഗ്രീന് നമ്മൾ ഒരു 2-3 ഷെയർ നമുക്ക് നോക്കിയിട്ട് ഇത് ചെയ്യാം. അടുത്ത നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. അഡാനി ഗ്രീനൊക്കെ ഞാൻ സെല്ല് ചെയ്തെടുത്തു. ഞാൻ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഹെവി പ്രോഫിറ്റ്. പക്ഷേ നമ്മൾ അത്രയും വെക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ മാറി ഷെയറിനകത്ത് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കും. ഇവിടെ നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് ഒരു പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ കയറി R1 മുകളിൽ പോയി ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ 1514 എൻട്രി എടുത്താൽ നമുക്ക് 394 വരെ വരുന്നുണ്ട്. അപ്പം ഒരു 22 രൂപ പ്രോഫിറ്റ് ഇവിടെ തരുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും പോയി ഹൈ അടിച്ചിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ ഇറങ്ങി. തിരിച്ച് വീണ്ടും ഇവിടെ 1513 രൂപ എടുത്താൽ പിന്നെ കണ്ടില്ല, വൺ സൈഡ് മൂവ്മെൻറ്റാണ്. 1513 എടുത്താൽ ഏകദേശം 112 രൂപ പ്രോഫിറ്റ്, വൺ സൈഡ് പ്രോഫിറ്റ് ആ ഷെയറിനകത്ത്. ഒരു ഷെയർ 113 രൂപ ഇത്. അതുപോലെ അഡാനി എൻസോൾ എന്ന് പറയുന്ന ഷെയറിനകത്തും അഡാനി എൻസോൾ ഇല്ല, അത് വന്നിട്ടില്ല. അത് ലെവൽ വരാതെ തന്നെ ഇറങ്ങി. ഭാരതി ഹെക്സ എന്ന് പറയുന്നത്, ഭാരതി ഹെക്സ ഇവിടെ ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലടിച്ച് ഇവിടെ ഇറങ്ങി 1396 ഇറങ്ങി നമുക്ക് 378 വരെ 78 ഒരു 18 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് എടുത്തുണ്ട്. പിന്നെ അടുത്ത ലെവൽ പോകുന്നില്ല, വീണ്ടും തിരിച്ച് താഴോട്ട് ഇവിടെ വീണ്ടും ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുവാണെങ്കിൽ വീണ്ടും എൻട്രി കൊടുത്താൽ 396 ലെവലിൽ നിന്ന് കൊടുത്താൽ 380 വരെ കിട്ടും, 15 രൂപ കിട്ടുന്നുണ്ട്. അതുപോലെ
സരിഗമയ്ക്കകത്തും കുറേ ഷെയറിനകത്ത് എല്ലാത്തിനകത്തും ചെറുതും വലുതുമായിട്ടുള്ള പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. സരിഗമ 5 മിനിറ്റ്. ഇവിടെ ഇതൊരു ഫസ്റ്റ് എൻട്രി 515 താഴെ പോയി 514 വന്നിട്ട് ഈ ഹൈ ഈ 3 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചു. പക്ഷേ രണ്ടാം പ്രാവശ്യം ഇവിടെ നമുക്ക് 520 തന്ന് 512 വരെ കിട്ടുന്നുണ്ട്. 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ മറ്റ് ഷെയറിനകത്തും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇഷ്ടംപോലെ നോക്കിയിരുന്ന് ചെയ്താൽ നല്ല രീതിയിൽ കിട്ടും. അതിന് നമ്മൾ നാളത്തെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഷെയറുകളാണിത്. ഇതിനകത്ത് ക്യാമ്സിനകത്ത് നോക്കുക. അതിന് ഓപ്പണിങ്ങിലൊരു മൂവ്മെൻറ്റ് ഹെവി ആയിട്ട് കിട്ടിയാൽ ഈ R1 റേഞ്ചിന് മുകളിൽ പോയതിന് ശേഷം ഈ റേഞ്ചിന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. VTL ആണെങ്കിലും 507, R2 R1 R2 റേഞ്ച് വന്നിട്ട് ഓപ്പണിങ്ങിൽ R2 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. R1 വന്നിട്ടാണെങ്കിലും ചാൻസ് ഉണ്ട്. പക്ഷേ 5, 3, 4, 5 രൂപയൊക്കെ കിട്ടുവാകുമ്പോൾ ബുക്ക് ചെയ്ത് മാറുക. ഈ ആശാപുരാമൻ്റെ ഇന്നത്തെ മൂവ്മെൻറ്റ് കണ്ടിട്ട് നാളെ ചിലപ്പോൾ ഒരു ഹെവി മൂവ്മെൻറ്റ് അപ്പിലോട്ട് വന്ന് 400 മുകളിലോട്ട് പോകാനൊരു ചാൻസ് കാണുന്നുണ്ട്. നോക്കുക. 400 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ആ 400ൻ്റെ മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുത്തിട്ട് അന്നേരം വന്ന് ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതല്ല 397, 98 വന്നിട്ട് ഈ 393, 60 താഴോട്ട് വരികയാണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കാം. കാസ്ട്രോള് R1 R2 റേഞ്ച് വന്നാൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അസാൽ എന്ന് പറയുന്ന ഷെയർ ഇതിനകത്ത് വോളിയം കുറവാണ്, എന്നാലും നോക്കുക. ഈ ഷെയർ ഓപ്പണിങ്ങിലൊരു 819, 840 ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ അതിനേരം വെച്ചോണ്ടിരിക്കരുത്. വോളിയം ഇല്ലാത്ത ഷെയർ ഹെവി മൂവ്മെൻറ്റ് കാണിച്ചാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ നോക്കി ചെയ്യുന്ന ഐനോക്സ് ഗ്രീനകത്ത് പ്രീവിയസ് ഡേ ഹൈ എന്നോ R1 എന്നോ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നോക്കുക. ശ്രീ പുഷ്ക് എന്ന് പറയുന്ന ഷെയർ ഒരു ഹെവി മൂവ്മെൻറ്റ് ഇട്ട് ഈ ലെവൽ വേണമെങ്കിലും വരാം. ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്ന് ഈ ലെവൽ വന്നിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. 10-20 രൂപയെങ്കിലും ഈസി ആയിട്ട് പ്രോഫിറ്റ് പെട്ടെന്ന് കിട്ടും. അതല്ല ഈ റേഞ്ചുകൾ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നോക്കുക. സ്റ്റാർ പേപ്പറും ഓപ്പണിങ്ങിൽ ഈ ഷെയർ ഡൗൺ ഓപ്പണിങ് വന്നാൽ ഈ പിവോട്ട് പോയിൻറ്റിന് അടുത്തെങ്ങാനും വന്നിട്ട് തിരിച്ച് കയറുന്നുണ്ട് ഈ ഷെയർ ബൈ ചെയ്യാൻ പറ്റും. ഈ ഷെയർ സ്റ്റാർ പേപ്പർ അതല്ല ഓപ്പൺ ഹൈ ആണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഡേ ഹൈ എന്നോ R1 എന്നൊക്കെ ചാൻസ് കിട്ടും. നെൽക്കോയ്ക്ക് നല്ല വോളിയം ഉണ്ട്. അപ്പോൾ നെൽക്കോ നാളെ ചിലപ്പോൾ 1300 ലെവൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് പേടിക്കാതെ നല്ലൊരു എൻട്രി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യുക. ഇവിടുന്നൊക്കെ ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. ഈ പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്ന് റിസ്ക് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. PAR എന്ന് പറയുന്ന ഷെയർ അപ്പർ സർക്യൂട്ടാണ്. അപ്പർ സർക്യൂട്ട് അടിച്ച ഷെയറിനകത്ത് നമുക്ക് R2 ഒക്കെ ഈസി ആയിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ R2 അതിന് മുകളിലൊക്കെ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ R2ന് താഴെ വരുമ്പോൾ എൻട്രി എടുക്കാം. ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്ന ഷെയർ 325, അതും അപ്പർ സർക്യൂട്ടാണ്. അപ്പർ സർക്യൂട്ട് ഈ 350 റേഞ്ചിൽ പോയിട്ട് ഈ R1 ലെവൽ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. PDMJ പേപ്പറിനകത്ത് ഈ 2 ലെവൽ ഏതെങ്കിലും ഒരു ലെവലിൽ നിന്ന് നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. രാംകോസിസ് 500 ഈ R1 റേഞ്ചിൽ നിന്ന് ചിലപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടാം. അപ്പം നോക്കുക. നമ്മൾ അന്നത്തെ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ ട്രേഡിങ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അതായത് ഹെവി മൂവ്മെൻ്റ് ആണെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കണം. ഹെവി മൂവ്മെൻ്റ് അല്ല ഒരു താളത്തിൽ തന്നെയാണ് ബൈ കയറി ഇറങ്ങി ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നോക്കി ചെയ്യുക. നമ്മൾ എത്ര സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കിയാലും സ്വന്തമായിട്ട് നമ്മളതിനകത്തൊരു കോൺട്രിബ്യൂഷൻ വേണം. ഇപ്പം എൻ്റെ ഒരു കാര്യത്തിലാണെങ്കിൽ CPR എന്ന് പറയുന്ന സ്ട്രാറ്റജി പണ്ട് തൊട്ടേ ഉള്ളതാണ്. പക്ഷേ അതിനകത്ത് ഞാൻ എൻ്റേതായിട്ടുള്ള രീതി ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഇത് പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കി കിട്ടിയത്. അങ്ങനെ ചാൻസ് നല്ല കിട്ടുന്നുണ്ടെന്നും. അപ്പം നമ്മളായിട്ടുള്ള രീതി പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.